ശരീരത്തിന് ആവശ്യമായതും അല്ലാത്തതുമായ വസ്തുക്കളെ നീക്കം ചെയ്യുന്ന ഒരു നിർദ്ദിഷ്ടമല്ലാത്ത അരിപ്പയാണ് ഗ്ലോമർലസ്. അങ്ങനെയെങ്കിൽ ശരീരത്തിന് ആവശ്യമായ വസ്തുക്കളെ എങ്ങനെയായിരിക്കാം രക്തത്തിലേക്ക് പുനർശേഷണം അഥവാ റീഅബ്സോർപ്ഷൻ ചെയ്യുന്നത്? ഗ്ലോമർലസ് അരിച്ചു മാറ്റിയ വസ്തുക്കളെ പറയുന്ന പേരാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് റീനൽ ട്യൂബ്യൂളിലൂടെ സഞ്ചരിക്കുന്നു. ഗ്ലോമറുലാർ ഫിൽട്രേറ്റിന്റെ ഈ യാത്രയിൽ ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങൾ റീനൽ ട്യൂബ്യൂളിന് ചുറ്റുമുള്ള സെൽസായ ഇന്റർസ്റ്റീഷ്യത്തിലേക്ക് റീഅബ്സോർബ് ചെയ്യപ്പെടുന്നു. ഗ്ലോമർലസിൽ നിന്ന് ശുദ്ധീകരിച്ച രക്തം പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഇഫറന്റ് ആർട്ടീരിയോൾ റീനൽ ട്യൂബ്യൂളിന് ചുറ്റും ഒരു ചെറിയ രക്തക്കുഴലായി ശാഖിതമാകുന്നു. ഈ രക്തക്കുഴലിനെയാണ് പെരിട്യൂബുലാർ കാപ്പിലറീസ് എന്ന് വിളിക്കുന്നത്. പെരിട്യൂബുലാർ കാപ്പിലറീസിന്റെ ഒരു ശാഖ ലൂപ്പ് ഓഫ് ഹെല്ലയ്ക്ക് സമാന്തരമായി കടന്നുപോകുന്നു. യു ഷേപ്പുള്ള ഈ രക്തക്കുഴലിനെയാണ് വാസ റെക്ട എന്ന് വിളിക്കുന്നത്. ഇന്റർസ്റ്റീഷ്യത്തിലേക്ക് റീഅബ്സോർപ്ഷൻ ചെയ്യപ്പെട്ട ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങളെ പെരിട്യൂബുലാർ കാപ്പിലറീസ് വാസ റെക്ടയിലേക്കും അതിനുശേഷം കിഡ്നിയുടെ വീനസ് സിസ്റ്റത്തിലേക്കും അതുവഴി ബ്ലഡ് സർക്കുലേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ പെരിട്യൂബുലാർ കാപ്പിലറീസ് കിഡ്നിയിൽ നടക്കുന്ന റീഅബ്സോർപ്ഷൻ പ്രോസസ്സിനെ പൂർത്തീകരിക്കാൻ സഹായിക്കുന്നു. വൃക്കകളെക്കുറിച്ച് കൂടുതലായി അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഉറപ്പായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കൂ. നെഫ്രോൺസ് ആൻഡ് ബിയോണ്ട്.